നീ എന്തോന്ന് പറഞ്ഞേ? ചെറുങ്ങനെ തൊട്ടേ വേറെ അറിയുന്നാ? എടി നീ ശ്രദ്ധിക്കാന്ന് കരുതിയാണ് ഞാനും ശ്രദ്ധിക്കാത്തത്. അറിയാം? അപ്പം എല്ലാവരും അഴിച്ചു വിട്ടേക്കണം. നിനക്ക് ചോദിച്ച പാട്, പിള്ളേർക്ക് ചോദിച്ച പാട്, കൊള്ളാലത്. അതേ പിള്ളേരെ കൈവേളെ വെച്ചിട്ട് നടക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞ് എല്ലാത്തിനും നല്ല പ്രായമൊക്കെ ആയി. മറന്നുപോയാ അതൊക്കെ? പിന്നെ പിള്ളേർക്ക് 50 വയസ്സായി. എടി നിനക്ക് ചില സമയം കാര്യങ്ങൾക്ക് ഓരോ പറഞ്ഞ മനസ്സിലാക്കുന്നത്. എന്റെ അച്ഛന് വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങളങ്ങ് ചെയ്യാം. ഞാൻ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നല്ല, പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ മര്യാദയുണ്ട്. അച്ഛാ ഇവിടെ ആരുടെ അടുത്ത് ചോദിക്കാതെയും പറയാതെ തോന്നിയ വഴിക്ക് നടക്കുന്നത് ഇവളാണ്. ഞാനാ അച്ഛാ അമ്മ എന്ത് പറയുമ്പോൾ അച്ഛനെ പോലെ ഒരു മിനിറ്റ് ഇട്ട് അപ്പം മുങ്ങുന്നത് ഇവനാണ്. എല്ലാം കൂടെ ലാസ്റ്റ് എന്റെ മണ്ടയ്ക്ക് കയറണത്. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വീട്ടിൽ ഇറങ്ങി പോകാറുള്ളൂ. നീ കൂടുതൽ വർത്താനം പറഞ്ഞ് പുണ്യാളാന്ന് നോക്കണ്ട. നീ ഇടക്കിടയ്ക്ക് മുങ്ങുന്നുണ്ട് പല സ്ഥലത്തും, നമ്മളെല്ലാം അറിയണുണ്ട്. എന്തോ ലാസ്റ്റ് എല്ലാവരും കൂടെ എന്റെ മണ്ടയ്ക്ക് കയറാൻ പറഞ്ഞത്. അമ്മ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോണത് പിള്ളേർക്ക് 4 വാക്ക് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. നീ കൊറേ നാളായില്ലേ 4 വാക്ക് എന്ന് പറയുന്നത്. ആ 4 വാക്ക് ഏതാ പറയണ നീ? കൂടുതൽ കളിക്കരുത് കേട്ടാ. നീ ട്യൂഷൻ മാസ്റ്റർ ചമ്മി കിടക്കുന്നതും അത് നീ എന്നെ മറ്റേതും വിളിക്കരുത്. നമുക്ക് ഇവിടെ ഫസ്റ്റ് മുടിയൻ ചേട്ടൻ വൈകി വരുന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ അത് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഉടായ്പ കാണിക്കുന്നത് ഇവളാണ്. ഇവള് എവിടെയൊക്കെ മുങ്ങണ്ട്? കൂട്ടുകാരുടെ വീട്ടിൽ പോക്ക്, ഇവന്റെ കൂടെ ട്യൂഷൻ ക്ലാസ്സിൽ പോക്ക്, പിന്നെ പാറമടയെ മീൻ മേടിക്കാൻ പോക്ക്, പിന്നെ കടയിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്ന് പറഞ്ഞ് കുറെ സാധനങ്ങൾ മേടിച്ച് ഇവളും അവളും കൂടെ ഒറ്റയ്ക്ക് അവിടെയൊക്കെ പോയിരുന്ന് കഴിക്കല്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ കാണിക്കണം ഇവളാണ്. ഇവളാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. കഴിഞ്ഞ അമ്മ ആ കഴിഞ്ഞ് കൊട്ട് എല്ലാവരും തലക്കിട്ട് കൊട്ട്. ഞാൻ ഈ വീട്ടിലെ ചെണ്ടാണല്ലോ പണ്ടോട്ടെ. അതെ, ഈ ഇടയായിട്ട് എല്ലാ ശനിയാഴ്ച ഉച്ച തിരിഞ്ഞ് നിനക്കൊരു പടവലം പോക്കുണ്ട്. പിന്നെ സുഷാമ്പിയുടെ കറക്കം അതൊക്കെ വെച്ച് നിർത്തിക്കോ. പണ്ടൊക്കെ ആണെങ്കിൽ ഓഫീസിൽ പോയിട്ട് 5 മണിയാകുമ്പോൾ ഓടി വീട്ടിൽ വരും. ഇപ്പൊ 5:30, 6:30, 7:30 നീ ഇവിടെ പോകണേ. 7:30, 8:30, 9:00, 10:00, 11:00 അത്രയൊക്കെ അങ്ങോട്ട്. എന്താണ് ഇവിടെ 7:30 ഇവിടെ വന്നിട്ടുള്ളത്? എപ്പോഴെങ്കിലും വന്നിട്ടുള്ളത്? ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ചോദിച്ചു നോക്ക്. നീ നടക്കണം തുടങ്ങി പോ. ഞാൻ അറിയിക്കോളാം. അല്ല ഇങ്ങനെ ഇതേ ഞാൻ പറഞ്ഞു. ഞാൻ ഈ ഒരു കാര്യം പറയാം, എല്ലാം ഞാൻ പറഞ്ഞ കേട്ട അനുസരിച്ച് ജീവിച്ചോളാം. ഞാൻ പറയും ഈ വീട്ടിൽ പുറത്തിറങ്ങണം വേണ്ടെന്ന് ഓരോരുത്തരെടുത്തും. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സോരയിൽ പഴയ പോലെ വരും, ഇവിടെ ബോധം ഉണ്ടാകും. നോക്കിയോ? അതെ, നീ 5:30, 6:30, 7:30 മണിക്കോ. എനിക്ക് ഒരു പ്രശ്നം. നീ വേണമെങ്കിൽ ഓഫീസിൽ കിടന്ന് ഉറങ്ങിക്കോ, എനിക്കൊന്നും അറിയണ്ട. മുടി എന്തിന് താമസിച്ച് പറഞ്ഞത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. നീ കൂടുതൽ മിണ്ടണ്ട, നീ കൊണ്ട് പറയുന്നത് വേണ്ട. നീ ഇവിടെ പോണത് ഈ പാറവിടെ ആയിരിക്കണ പാറമടനെ മുളംകൂട്ടത്തിലാണ് നീ പോണതിന്. അവിടെ നിന്റെ പടവലത്തെ അപ്പൂരമ്മ ഇരിക്കണി. അതിപ്പോ കണ്ട കറങ്ങി തിരിഞ്ഞ് പടവലത്തെത്തി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട? 2 പടവലം മേടിച്ച് നിങ്ങളുടെ കൈ തന്നെ നിങ്ങളുടെ പ്രശ്നം തീരും. അടിച്ചിനെ മണ്ടവിളക്ക് പിന്നെ അല്ലാതെ എല്ലാവരും ഞാൻ ഒന്നും പറയാൻ ശരിയാവില്ല. വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് വന്നാ മതി. പണ്ടത്തെ പോലെ അല്ല, തൊട്ടു നോക്ക്, അപ്പ അറിയും വിവരം. തൊട്ടാത്തി അറിയാം, പേടിയുണ്ട്. അറിയാം എന്ത് സംഭവിക്കുമെന്ന്, അതുകൊണ്ടാണ് പേടിച്ചോടിയത്. ഹലോടാ എടാ, ഞാൻ കേശവ. പിന്നെ നീ നാളെ ക്ലാസ്സിന് വന്നാൽ മതി, ഇന്ന് വരണ്ടടാ. ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് പഠിക്കാനുണ്ടടാ. പിന്നെ നാളെ ഷാർപ്പ് ടൈമിന് തന്നെ വന്നേക്കണം കേട്ടോ, ലേറ്റ് ആവല്ലേ. എടാ എനിക്ക് 1 മിനിറ്റ് പോലും കളയാനില്ല. ഐ ആം വെരി ബിസി മാൻ. പിന്നെ വീട്ടിലെ പഠിത്തം, വീട്ടിലെ പിള്ളേരുടെ പഠിത്തം, വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ പഠിത്തം, അങ്ങനെ കുറേ ഉണ്ടടാ. എടാ ബിസി ആയിട്ടാ, അതറിഞ്ഞൂടെ? ശരി അപ്പോൾ ബി ഷാർപ്പ്. ഓക്കെ ശരി. അതറിഞ്ഞൂടി? അത് അറിഞ്ഞൂടി? കൊച്ചേ, ഞാനുള്ള അധികം നിന്നെ കൈവെക്കാത്തത്. ഈടെയായിട്ട് നീ അവരൊക്കെ പറയുന്നത് കേട്ടോണ്ട് എന്നെ ഓരോന്നൊന്ന് പറയുന്നുണ്ട്. ഈ പോക്കാണെങ്കിൽ ഞാൻ അതിന് തരും. ബുക്കിൽ തൊട്ട് വരുത് അടി. എന്നെ ബുക്കിൽ വല്ലതും തൊട്ട് കളിച്ചോണ്ടല്ലേ കാലവരെ അടിക്കും ഞാൻ. വേറെ ഏത് തൊട്ടാലും ഞാനങ്ങ് സഹിക്കും. നീ ബുക്കിൽ തൊട്ടാലല്ലേ, നീ ചുമ്മാ ബുക്കിൽ നോക്കിയാൽ തന്നെ ഞാൻ അടിക്കും. കൊച്ചേ ഇറങ്ങി പോവച്ചേ, ചുമ്മാ ഇവിടെ നിന്ന് വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കാതെ. എന്റെ പൊന്നു കൊച്ചേ, നീ വേറെ എവിടെങ്കിലും പോയി നില്ലൊന്ന്. ഞാൻ വല്ലതും ചെയ്യും കേട്ടാ. നീ മിണ്ടാതെ അവിടെ വല്ലതും പോയി ഇരിക്കൂ. ഹലോ മാളവിക, ഞാൻ കേശവ. പിന്നെ എവിടാ? വീട്ടിലാണോ? ഞാനും വീട്ടിലാണ്, ഞാൻ പഠിക്കുന്നു. എന്തായി, പഠിച്ചോണ്ടിരിക്കണോ? അയ്യോ, ടൈമൊന്നും ഇങ്ങനെ കളയല്ല കേട്ടോ. ടൈം ഈസ് വെരി പ്രഷ്യസ്. പിന്നെ എനിക്ക് എല്ലാ കാര്യത്തിനും ചില ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ബ്രേക്ക്ഫാസ്റ്റിന് അതിൻ്റെ ഫുഡിന് കാര്യങ്ങളായാലും. അത് ശരി,
വെറുതെ അല്ല ഞാൻ ഫോൺ നോക്കിയിട്ട് കാണാത്തത്. എന്റെ ഫോൺ എടുത്തോണ്ട് ഇവിടെ വെച്ചിരുന്നിട്ട് സൊള്ളുകയാണല്ലേ. അമ്മ എന്തോന്നമ്മ ചെയ്തത്? സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ പിടിച്ച് മേടിച്ചാ? മേടിച്ചാ എന്താ? അപ്പുറത്തുള്ളവരെന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിക്കാൻ? ഫോൺ കട്ടായി പോയെന്ന് വിചാരിക്കും. അഥവാ അവര് തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞോളാം, ഫോണിൽ നിന്നിട്ട് ആളങ്ങ് നാട് വിട്ടെന്ന്. അമ്മ എനിക്ക് ട്യൂഷൻ സെന്ററിലൊക്കെ നല്ല വിലയും നിലയൊക്കെ ഉള്ളതാണ്. അവരുടെ മുമ്പിൽ വെച്ച് അമ്മ ഇങ്ങനൊന്നും ചെയ്യരുത്. ഒറ്റ അലക്കം കണ്ടിട്ടുണ്ടെങ്കില എപ്പോ നോക്കി അവൻ ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് പോയി സൊള്ളല. നിർത്തിക്കോട്ടാ കേശു ഇത്. അമ്മ സത്യമായിട്ട് ഞാൻ ജസ്റ്റ് വിളിച്ചാണ്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ആക്ച്വലി നത്തി ടോട്ടലി നീ ഉടായിപ്പാടാ. അമ്മ പോടാ ഉടായിപ്പ് ബാലുന്റെ മോനെ. ഛെ, ഇനി ആ മാളവിക എന്ത് വിചാരിക്കുമെന്നു? നീ എന്ത് ചിരിക്കണേ? ഓ നീയാണല്ലേ അപ്പൊ അവിടെ ചെന്ന് കൊളത്തി കൊടുത്തത്? സൂക്ഷിച്ചോ, അല്ലെങ്കിൽ ഇനിയും മണി തരും. കളിച്ചോ ഓറി. എന്റെ പൊന്നേ, ഇപ്പൊ ഈ വീട്ടിൽ എവളെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? എവിടുന്നൊക്കെ പാര വരുന്നെന്ന് പറയുന്നില്ലല്ലോടാ.